എന്നോടേ ആ ഡീല് ഞങ്ങള് വീഡിയോ വരുമ്പോ അമ്മ അറിഞ്ഞാലേ ആ മമ്മി വീഡിയോ പറഞ്ഞല്ലേ അതിന് മുമ്പാണെങ്കിലും മമ്മി നമ്മളെ ഓടിക്കും. അൾട്രാസോണിക് സൗണ്ട് എന്റെ വാച്ചില് എടാ എന്റെ സ്പ്രേ ഉണ്ടെങ്കിൽ ഒരു ഡൗട്ട് കേട്ടോ. ചിലപ്പോ നമുക്കൊരു ബൈറ്റ് തന്നുകൊണ്ടായിരിക്കും ചിലപ്പോ നമ്മുടെ കൂടെ വരിക. എന്ത് സംഭവിക്കാം, അത് വേറെ കാര്യം. അല്ല, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ ഇന്നുള്ള സ്ഥലം ആലപ്പുഴയിലെ ഈ സ്ഥലം ഏതാ? പൂങ്കാവ്. അപ്പൊ നമ്മളെ വിളിച്ച ഒരാള് നമ്മുടെ അടുത്തേക്കുന്നത് പേരെന്താ? അക്ഷയനെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. അത് ഞാനും അക്ഷയും മാത്രമുള്ള ഒരു സീക്രട്ടാണ്. ഈ നിൽക്കുന്ന ആർക്കും അറിയത്തില്ല കേട്ടോ. അക്ഷയനെ ഞാൻ 1.5 മാസം മുമ്പ് 2 മാസം കണ്ടല്ലോ പരിചയപ്പെട്ടത്. 2 മാസം മുമ്പ് പരിചയപ്പെട്ടു. അക്ഷയ ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കുന്നതാണ്. അക്ഷയന്റെ കോളേജിൽ ഒരു കൊച്ചിനെ ഞാൻ ഒന്ന് പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അക്ഷയനിലേക്ക് ഞാൻ എത്തി. അപ്പോൾ അക്ഷയോട് ഞാൻ പറഞ്ഞു ആ കൊച്ചിൻ്റെ നമ്പർ ഒന്ന് എനിക്ക് കണക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വെച്ചൊരു ഡിമാൻഡ് ഇതാണ്. ചേട്ടനിങ്ങനെ ചാനലിൽ വീഡിയോ ഒക്കെ ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലൊരു കടിക്കുന്നൊരു ഡോഗുണ്ട്. അതായത് ഇവരോട് മാത്രം അറ്റാച്ച്ഡ് ഡോഗുണ്ട്. അവനെ പുറത്തിറക്കി നടത്തുവാണെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ കോണ്ടാക്ട് ചെയ്തു തരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൻ്റെ അവസ്ഥയിലാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് ആ ഡോഗിനെ എനിക്ക് ഇറക്കി നടത്തിയാൽ ആ കൊച്ചിൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കൊച്ചെന്ന് ഞാൻ പറഞ്ഞായിരിക്കും വീഡിയോ കഴിഞ്ഞിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇവനോട് ദേഷ്യമുള്ള ഡോഗിനോട് ദേഷ്യമുള്ള ഡോഗിനെ കാണുന്ന ആൾക്കാരോട് ഡെയിലി കാണുന്ന ആൾക്കാരെ ഫ്രണ്ട്സിനെ കൂട്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അക്ഷയുടെ ചേച്ചിയാണിത് ഈ പിടിച്ചിരിക്കുന്നത്. ഇതല്ല ഡോഗ്. ഇവന്റെ പേര് റൂബി. ഇവനല്ല നമ്മുടെ താരം റൂഡി. നമ്മുടെ ഡോഗിന്റെ പേര് റൂബി എന്നാണ്. റിയോ. അത് ജർമ്മൻ ഷെപ്പേർഡാണ്. മെയിലാണോ ഫീമെയിലാണോ? മെയില്. ഈ നിൽക്കുന്ന ആൾക്കാര് സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേരെന്താ? സുബിൻ. നമ്മുടെ പേരാ ഷാജു. ഈ ഡോഗിനെ കാണുന്നതാണോ? ഇടയ്ക്ക് കാണുള്ള. എന്താ ഡോഗിന്റെ ഒരു സിറ്റുവേഷൻ? ഓണറോട് ചോദിക്കാൻ തന്നെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കാം. എങ്ങനെയാ അവനെന്താ സംഭവം, സ്വഭാവ രീതി എങ്ങനെയാ? കൊറയാണ്. കടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ചുമ്മാ അങ്ങ് പോയി കടിച്ചു പോയി. ഒരു പ്രകോപനം ഇല്ലാതെ കടിച്ചിട്ടാ. പിന്നെ ഇവർക്ക് വേറെ 1-2 നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് 5 മിനിറ്റ് ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞായിരുന്നു. അപ്പം ഡോഗിനടുത്തേക്ക് പോയില്ല. ഇവർക്ക് 1-2 ഡൗട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ നിങ്ങളുടെ ഡൗട്ട്? എന്താ? അതൊന്ന് ഇച്ചിരി വച്ച പറഞ്ഞേ. വാച്ചിന്നൊക്കെ എന്തോ അൾട്രാസോണിക് സൗണ്ട് എന്റെ വാച്ചില് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ചെയ്യാം. ഈ വാച്ച് ഊരിയിട്ട്, ഇത് സ്മാർട്ട് വാച്ച് ആണ്, പക്ഷെ ഞാൻ ചാർജ് ചെയ്യില്ല കേട്ടോ. ഞാൻ ഒരു ഭംഗി കെട്ടലോട് മച്ചാൻ പിടിച്ച അപ്പൊ വാച്ച് അവിടെ കൊടുത്ത് ഇനി നമുക്ക് കൈ ഞാനൊന്ന് വാഷ് ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാം. ഇനി ഇതിന്റെ പേര് കടി കിട്ടിയെന്ന് വെച്ചിട്ട് നാളെ നിങ്ങൾ പൊങ്കാലൊന്നും വേണ്ട. ഇത് കൊടുത്തു. ഇനിയിപ്പം അൾട്രാസോണിക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പട്ടി കടിക്കില്ല നമുക്ക് നോക്കാം. അപ്പൊ ചലഞ്ച് റെഡിയാണോ? ആ കൊച്ചിന്റെ നമ്പർ എനിക്ക് തരുക. ഉറപ്പാണല്ലോ? മറക്കരുത്. എന്റെ പ്രഷർ കണ്ടു വെച്ചോട്ടോ. കോളേജ് ഏതായിരുന്നു? സപ്തഗിരി കോളേജ്. അപ്പൊ മറ്റേ കൊച്ചിനോട് നീ പറഞ്ഞിട്ടില്ല കൊച്ചിനോട് ചെറിയൊരു സൂചന ഒക്കെ തന്നില്ലെങ്കിൽ ഞാൻ 2025 ഞാൻ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച എന്റെ മിനിഞ്ഞാന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം ഈ 2025 കെട്ടുമെന്ന് ഞാൻ അമ്മയോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ പേരെന്താ? അലീന. എന്താ ചെയ്യുന്നത്? മെഡിക്കൽ കോഡിംഗ് ആണ്. ചേച്ചി ഞാൻ ചുമ്മാ വിളിച്ചോട്ടെ, എന്റെ പ്രായമൊന്നും ഇല്ലാട്ടാ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാലോ. അഗ്രഷനുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അഗ്രഷനാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ടിജോ, നമ്മുടെ ക്യാമറമാൻ ടിജോ ആണ്. ഇതിന് പറയേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്തേക്ക് വന്ന ടിജോ തന്നെയാണ്. അപ്പൊ ടിജോയും ഇവരും പോയിട്ട് ജസ്റ്റ് അഗ്രഷൻ ഒന്ന് കാണിച്ചു തരാം, ചുമ്മാ ഒരു ഭംഗി കേട്ടോ. അപ്പം നമ്മള് അവനെ പുറത്തിറക്കി നടത്താം. എന്താ അവരുടെ ചലഞ്ച് എന്താ നമുക്ക് എന്നൊക്കെ? നിങ്ങളെ ചലഞ്ച് മതി, അത്രേ ഉള്ളൂ. ഞാൻ പിടിച്ചു നടത്തണം. കൂടാ ബാരു കടന്നു വരൂ. എന്തോന്ന് പറഞ്ഞായിരുന്നല്ലോ, കടിച്ചാല് അച്ഛൻ എനിക്ക് കടി കെട്ടിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തമില്ല അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ഛന്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. കടി കിട്ടിയാലും ഞാൻ അങ്ങോട്ട് തൃപ്തിപ്പെട്ടോളൂ. ഒന്നും ബന്ധമില്ല. കടി കിട്ടിയാലും അവനെ ഞാൻ കൂട്ടി കയറിയിട്ട് പോവുള്ളൂ. ഓക്കെ. മിണ്ടല്
എന്നാ സാധാരണ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ എല്ലാരെയും വിട്ട് നമ്മള് കാണിച്ചു. നിങ്ങളും പോരെ, വാ സംശയമുള്ള ആൾക്കാരെല്ലാം പോരെ. സംശയമുള്ള ആൾക്കാരെല്ലാം പോരും. ആ പിന്നെ വാ അങ്ങ് വന്നേ. അവന്മാരെന്തേ? നമ്മളെ കുറച്ച് ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. ഇവന്റെ പേരെന്താ? റിയോയോ? റിയോ. അപ്പൊ നമുക്കേ അൾട്രാസോണിക്ക് വാച്ച് മാറ്റിയിട്ട് രണ്ടാമത് കൈ കഴുകാൻ. ഓക്കെ എടാ, എന്റെ സ്പ്രേ ഉണ്ടോ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കിട്ടിയെന്ന് ഇതെന്തിനാ കൈ കഴുകാനോ? പിള്ളേർക്ക് ഡൗട്ട് ഉണ്ട്. ഒന്ന് വാച്ച്, രണ്ട് നമ്മുടെ കയ്യിൽ സ്പ്രേ. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ സ്പ്രേ നമ്മളൊന്ന് കഴുകി, ഇനി സ്പ്രേ ഉണ്ടെങ്കിൽ സ്പ്രേ ഒന്ന് കഴുകി കളഞ്ഞ് നമുക്ക് കാണിച്ചേക്കാം. ഓക്കെ. റിയോ ടിയോ എന്തായിരുന്നു? റിയ. റിയ ഒച്ചുണ്ടാക്കല്ലേ? ചെറിയ പിന്നെ കളന്നല്ലോ റിയ. വന്നേ ഇവിടെ വന്നേ. ഇവിടെ വേറൊരു ഡോഗ് ഉണ്ട്. അവനാണ് അവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കേട്ടാ. അവനും ഇവനും ഭയങ്കര ശത്രുവാണ്. ഇതിനിടയ്ക്ക് പോയിട്ട് അവൻട്ട് നല്ല കിച്ചിലുണ്ട്. അപ്പൊ അവനെ മാറ്റി കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അവൻ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. റിയ എന്താണ്? റിയ ഇവിടെ വെള്ളം മരിച്ചാ റിയ? ഇറങ്ങില്ലടാ റിയ. അവിടെ ഇരുന്നോട്ടെ. വെള്ളം ചിലപ്പോ മാറ്റി വെക്കാട്ടാ. റിയ ക്ലിയർ ഉണ്ടോ? ലൈറ്റ് ഷെഡിലല്ലോ, വിഷയമില്ലല്ലോ. ഓക്കെ. ഇവിടെ ലൈറ്റ് ഇപ്പൊ ലൈറ്റ് ഏകദേശം മേലെയാണ്. അപ്പൊ ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ചിലപ്പോൾ ഷെയ്ഡ് ആവും. നമ്മൾ പ്രഷർ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പം ചിലപ്പോൾ മുഖമൊക്കെ അവന്റെ ക്ലിയർ ആയി കിട്ടാച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ടീച്ചർ വേണമെങ്കിൽ അവന്റെ ഒന്ന് ക്ലോസപ്പ് വന്നിട്ട് ഇവിടെ ഒന്ന് എടുത്തു കൊടുത്തറാ. ഒരു 1x ഇട്ടിട്ടങ്ങ് വന്നി. ഇവന്റെ ഒന്ന് നമ്മുടെ ചെക്കന്റെ ലെവല് ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ അവനാ പല്ലിങ്ങനെ നമ്മൾ തമ്മിലടിക്കുന്നത് അല്ലടാ അറിയാ. കടിയൻ ചെറിയ കടിയല്ല കേട്ടോ, വലിയ കടി. അവിടെ മറ്റേ നമ്മുടെ വേറൊരുത്തൻ കിടന്ന് കാണിക്കുന്നത് അവനെ ഇറങ്ങി നടക്കാൻ വേണ്ടി. എന്താണ് ഒരൊറ്റ വരവ്. എന്താണ് നീ ഒരു കാര്യം അതാ എടാ എന്നിട്ട് ചോദിച്ചിട്ട് തള്ളി വേണം. എടാ ചേച്ചി ഞങ്ങൾ തമ്മിലൊരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് പോയിട്ടുണ്ട്. ചേച്ചി ഒരു ചെറിയൊരു ഓഫർ ചെയ്തിട്ടുണ്ട്. ഓഫർ നീ സഹകരിക്കുവാണെങ്കിൽ എനിക്കൊരു ലൈഫ് കിട്ടും. അതെ റിയോ സഹകരിക്കുവാണെങ്കിൽ. ഇതിന് വേറൊരു വിഷയം കേട്ടാ. ആ കണ്ടില്ല ഇവനെ നേരത്തെ ഇവര് നമ്മുടെ മച്ചാമാര് പറഞ്ഞായിരുന്നല്ലോ വെറുതെ പോയിട്ടൊരു കളി അടിച്ചു തന്നെ. അപ്പൊ അവൻ അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട്. ചുമ്മാ പോയിട്ടൊരു കളി അടിച്ചിട്ട് വരുന്ന ഡോഗാട്ടോ. ഇപ്പൊ നമ്മളാ സാധാരണ ഡോഗുകൾ ബൈറ്റിന് ശ്രമിക്കുന്നതിന് മുന്നേ, അതായത് സാധാരണ ഡോഗ് അഗ്രഷൻ കാണിക്കുമ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് കുറച്ച് പേടിപ്പിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കാനുള്ള ശ്രമം നടത്തുക, അങ്ങനെയാണല്ലോ. ഇവൻ അങ്ങ് ബൈറ്റ് ചെയ്യുക തന്നെയാണ്. ചുമ്മാ കണ്ടില്ല ആ പല്ല് തമ്മിൽ ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുരയ്ക്കുന്ന ഒപ്പം ഇങ്ങനെ ബൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇറക്കിയാൽ ചിലപ്പോൾ നമുക്കൊരു ബൈറ്റ് തന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവൻ നമ്മുടെ കൂടെ വരിക. എന്ത് സംഭവിക്കാം അത് വേറെ കാര്യം അല്ല റിയ. റിയ ഇവരെ ആരെയൊക്കെയാണ് നമുക്ക് പിടിപ്പിക്കേണ്ടത്? എല്ലാരും പിടിപ്പിച്ചാലോ? നമുക്ക് എല്ലാരും പിടിപ്പിച്ചാലോ റിയ? റിയ നമുക്ക് പുറത്തിറങ്ങി നടന്നാലേ ചേച്ചി നമുക്കൊരു ഓഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തുകൂടെ നടന്നത്. ഇവന് വേറെ കുഴപ്പമുണ്ട്. പുറത്തുകൂടെ നടക്കുമ്പോൾ ആരെ കണ്ടാലും ഓടി കടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോഗോട് അഗ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അഗ്രഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്ര ടൈം ആയിട്ട് ജോ നമ്മുടെ സമയം? 5 മിനിറ്റ്. 5 മിനിറ്റ് ആയി. ഇറങ്ങിയാലോ? പുറത്തിറങ്ങിയാലോ? എന്താ പറയുന്നേ?
ചേച്ചി ഞാൻ ഒരു രഹസ്യ എഗ്രിമെന്റ് ഞങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്, ഞാനും നമ്മുടെ ഓണറും തമ്മിൽ. നമുക്ക് ഇറങ്ങിയാലോ? പുറത്തിറങ്ങാം? എന്ത് പറയുന്നു? ഇറക്കിയാൽ തിരിച്ചോ? അതോ ടൈം വേണോ? ഇപ്പൊ എത്രയും 5 മിനിറ്റ് അല്ലേ? വീഡിയോ ഒരു 10 മിനിറ്റെങ്കിലും ഓടണമല്ലോ. ഇറങ്ങിയാലോ? ചെറിയ ചെറിയ സെറ്റപ്പ് ഒന്നല്ല കേട്ടോ. അവൻ കണ്ടോ? അവൻ വരുന്നുണ്ടോ? എന്താണ്? വന്നേ വാടാ കൊച്ചു വാ. ചേട്ടായോട് ചെറുതായിട്ടൊന്ന് സഹകരിച്ചാൽ ജീവിതം ഉണ്ടാവും. ചെറുതായിട്ട് ചേട്ടനും ഒരു ജീവിതം ഉണ്ടാവും കേട്ടാ. കേട്ടാ ചേച്ചി നമുക്ക് നല്ല ഓഫർ തന്നേക്കുന്നത്. സഹകരിക്കാം. അപ്പം നമ്മുടെ റിയോയിലുള്ള മച്ചാനെ റിയോ ഒന്ന് സഹകരിച്ചാൽ എനിക്കൊരു ജീവിതം വരും. എന്ത് റിയോ? കടിക്കരുത്. കടിച്ചാൽ ഇവിടെ ആരാ കുറയ്ക്കുന്നത്? വേറെ അപ്പുറം ഇപ്പറൊക്കെ ഡോഗാട്ടോ. സൗണ്ടുകൾ അതിലൊക്കെ വരുമായിരിക്കും കേട്ടോ. റിയോ പോയാലോ നമുക്ക്? പോറിയോ? ആശാന് ഞാൻ ക്ലോസപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ പരിമിതിയുണ്ട്. ഇവിടെ ഒരു മതിലില്ലായിരുന്നു, നമുക്ക് കുറച്ചും കൂടെ അടുത്തുനിന്ന് ടിജോനെ കൊണ്ട് എടുപ്പിക്കായിരുന്നു. ആശാന് ഒരു നോട്ടം നോക്കിയപ്പോ എന്നെ നോക്കിയേ. ഒന്ന് ചിരിച്ചാണിച്ചേ, ചിരിച്ചാ. റിയ 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 എവിടെ? റിയ എവിടെ? റിയ എവിടെ? റിയ ചെറിയ ദേശക്കാരനല്ല കേട്ടോ, വലിയ ദേശക്കാരനാ. അപ്പൊ ഇവിടെ എല്ലാരും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ എല്ലാരെയും ഇത് ടീച്ചോ, നമ്മുടെ ക്യാമറമാൻ, പിന്നെ ഇത് ഫ്രണ്ട്സ് കേട്ടാ. ടീച്ചോ എന്താ ചെയ്ത്? എനിക്ക് തോന്നുന്നെന്താ മറുപടി ആവോ? ലീഷ് നല്ലോണം നോക്കാൻ ടീച്ചർ പറഞ്ഞ കാര്യമാണ്. ലീഷ് നല്ലോണം നോക്കാൻ. നമുക്ക് പോയാലോ? പോടാ അയ്യോ, എന്നാ പോവാ. ഇനി നമുക്ക് ഒരുപാട് സമയം വേണ്ടല്ലോ. ആള് എണീറ്റാലും നമുക്ക് പോവാ. പോയാലോ നമുക്ക്? ആയില്ല 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 മാറ ആയില്ല ആയില്ലടാ മാറ. കാല് എന്നാ ലീശിന് നിന്നായിരുന്നില്ല കേട്ടോ. ലീശയുടെ നിന്നായിരുന്നില്ല. ആയില്ലടാ. ആശാൻ ലീശിന് നിന്നായിരുന്നില്ല. അങ്ങനെ വിഷയമുണ്ട്. ഈ പറഞ്ഞ പോലെ എന്നാ ഇതേ എല്ലാരും മരത്തിനുണ്ടല്ലൊക്കെ. സൂത്രം വെച്ചാലേട്ടാ. ഇപ്പൊ നമ്മുടെ പേടിയാ. ഇതാ നമ്മളൊക്കെ ചലഞ്ച് ചെയ്യുന്ന ആൾക്കാർ ഒരാളിതാ മരത്തിനെ കണ്ടാല്, വേറൊരാളും മതിലേല്, അവിടെ വേറെ ഒളിച്ചിരിക്കുന്നു. ബാക്കി ആരെയും കാണുന്നില്ല. എല്ലാരും മരത്തിനെ കണ്ടാലൊക്കെയാണ്. ടീച്ചർ മാത്രമേ ഉണ്ട്. ഇറക്കിയാലോ? ആയില്ല 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 ആയില്ലടാ. നമുക്ക് പോവാം. നമുക്ക് റോട്ടിലേക്ക് പോവാട്ടോ. ബാ ബാ. നടക്ക്. ആ ചേട്ടൻ പോന്നാണോ? ആ ചേട്ടൻ പോന്നാണോ? അല്ലല്ലോ. സൈഡാക്കാം. വാ എന്നിട്ട് അങ്ങോട്ട് പോകാം. അവനെന്നെ ബൈറ്റ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു കേട്ടോ. വീഡിയോയിൽ ഞാൻ സ്ലോ മോഷൻ കാണിച്ചു തരാം. അല്ലേ, നിന്നെ ശ്രമിച്ചു, എന്നെ ശ്രമിച്ചു ബൈറ്റ് ചെയ്യാൻ. ചിലപ്പോൾ ബൈറ്റ് ചെയ്യുമായിരിക്കും കേട്ടോ. അവൻ ബൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അവൻ എന്നെ 2 വട്ടം ബൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങൾ വീഡിയോ കണ്ടില്ല. ടിജോനെയും ബൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു, എന്നെയും ബൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ. അരെ രോമൊക്കെ എണീറ്റേക്കാം.
ഇവന്മാരെ നോക്കിയിട്ട് ഒന്ന് ബൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനിടയ്ക്ക് ഇപ്പൊ അവന്മാരെ നോക്കിയിട്ട് എന്നെ നേരെ നോക്കിയായിരുന്നു പക്ഷെ അങ്ങോട്ട്. ഓ ഇവിടെ ഒരു പട്ടി ഉറപ്പുണ്ട്, മിക്ക പട്ടിയായിട്ട് കച്ചറാവുന്ന വന്നു. ആരാ അത്? അയലക്കാരാണ്, അറിയുന്നവരുണ്ടോ അവിടെ? അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത്ര മതിയാ, നടന്നാൽ മതിയാ. അങ്ങോട്ട് തിരിച്ചടക്കാം, തിരിച്ചങ്ങോട്ട് നന്നായി. പിന്നെ വലിച്ചോണ്ടു ആ ഓട്ട ഓട്ട. ഇപ്പൊ ആരോട് അത്ര അറ്റാച്ച്മെന്റ്? കൊണ്ടുനടക്കുന്ന ആരാ? അറ്റാച്ച്മെന്റ് ഉണ്ട്. പിടിച്ചോളൂ. നിക്കില്ല. അച്ഛൻ പിടിച്ചാ നിൽക്കോ? ഇല്ല. എന്നാ പോ, അങ്ങോട്ട് പോവാ. പിടിച്ചോ, പിടിക്കണം, വിടരുത്. അല്ലെങ്കിൽ ഉമ്മാരെ പോയി തട്ടിട്ട് പിടിക്കും. പിടിച്ചോളൂ. വലിച്ചോ നടത്തരുത്. കുറുക്ക് പിടിച്ചോ. അങ്ങോട്ട് വെക്കോ, അങ്ങോട്ട് വെക്കോ. വീണ്ടും അങ്ങോട്ട് വെക്കോ. ഒരു മനുഷ്യന് വരാൻ പറ്റുന്നില്ല. ശരി, വരാൻ പറ്റത്തില്ല. പൂച്ചൊക്കെ റോഡേ പോകാൻ പറ്റത്തില്ല, മനുഷ്യന്മാർക്ക് റോഡേ പോവാം, പക്ഷെ ആർക്കും ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഒരു പ്രാർത്ഥന പോലെ നടത്താൻ പറ്റും. ശരി, കുത്തിരിക്കേ. അപ്പൊ എന്നാ അല്ല, നിന്നോടും കൂടെ പറഞ്ഞ വാ, നമ്മളൊരു ഡീലുണ്ട്. ഡീല് ഇവിടെ ഇരിക്കുക. അല്ലടാ അമ്മാരെന്തേ? എന്ത് ചെയ്യും ഇവനെ നടത്തിച്ച്. എന്നോടേ ആ ഡീല് ഞങ്ങള് വീഡിയോ വരുമ്പോ അമ്മ അറിഞ്ഞാലേ, ആ മമ്മി വീഡിയോ അല്ല, അതിന് മുമ്പാണേലും മമ്മി നമ്മളെ ഓട്ടിക്കും. ആൻസിയമ്മ ആ ചേച്ചിയുടെ അനിയത്തി. ചേച്ചിയുടെ ഒക്കെ എങ്ങനെയാ? ഈ ചേച്ചിയുടെ ആണോ? പേരെന്താ? ആൻസിയമ്മ. ആൻസിയമ്മ ഒന്ന് കൈ കാണിച്ചു കൊടുത്തേ. ആൻസിയമ്മ കൈ ആൻസിയമ്മ വാ, വന്നേ കാണിക്കേ, കൈ കാണിക്കേ. ഇല്ല ഞാൻ പിടിക്കില്ല. അപ്പോഴേ അപ്പൊ എന്നാ അച്ഛന് കുഴപ്പമില്ലല്ലോ, ഇഷ്ടമല്ലേ? അച്ഛനോട് പറഞ്ഞായിരുന്നു അടിച്ച ഞാൻ ഉത്തരവാദിയല്ല. നേരത്തെ അച്ഛൻ അതായത് നമ്മൾ വണ്ടി വന്ന് അവിടെ നിർത്തി, ഇങ്ങോട്ട് കയറിയില്ല. രണ്ടാമത് നമ്മൾ അച്ഛനൊരു ബൈറ്റ് എടുത്തായിരുന്നല്ലോ, അത് നമ്മൾ ഇൻട്രോ കഴിഞ്ഞിട്ട് വരുമ്പോൾ അച്ഛൻ വന്നപ്പം ആ ഒന്നും കൂടെ നമ്മൾ പറയിച്ചെന്നുള്ളൂ. വന്നിറങ്ങിയപ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞു കടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാച്ച് പറഞ്ഞ ഇനി വാച്ച് എടുക്കട്ടാലോ നമുക്ക്. ക്യാമറമാനെ കൊടുത്തല്ലേ? അൾട്രാ വയലറ്റ് രശ്മി ഉണ്ടെന്ന് പറഞ്ഞ അതിനകത്ത്. അവിടെ വാച്ച് വാച്ച് കെട്ടിയേക്കാം. അപ്പൊ അതുപോലെ അല്ലെ, അയ്യോ ഞാൻ കൊണ്ടുപോയി നോക്കിയിട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ എന്നെ ഇറങ്ങിയപ്പോ തന്നെ അവൻ കടിക്കാൻ നോക്കിയാ, അത് കണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ. അതാ ഇവിടെ കാണിച്ചില്ല ഈ ഒരു ഭാഗം. ആ ഇത് ഭാഗത്തോ, ഇത് അവന്റെ ഇതാണ്. അവൻ ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ കടിക്കാൻ നോക്കിയിട്ടല്ലേ ഇറങ്ങിയ. ആ കടിച്ചില്ല, കടിക്കാൻ ശ്രമിച്ചു. അത് ആ ഇപ്പൊ എന്താ സംഭവം വെച്ചാൽ ആ സമയത്ത് നമ്മൾ പേടിച്ചുകൊണ്ട് ഡോഗിനെ ഇറക്കിയാൽ അവൻ കടിക്കും. അവൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് നമുക്ക്. അതായത് ഈ ശരിക്കും അപ്പൊ അവൻ നമ്മുടെ അണ്ടറിലാണോ അതോ അവന്റെ അണ്ടറിലാണോ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് ആശാൻ. അത് മൃഗങ്ങളെ വേഗം തന്നെ സെൻസ് ചെയ്യും, നമ്മൾ പേടിച്ചിട്ടാണോ പേടിക്കാണോ അവരുടെ അടുത്ത് നിൽക്കുന്നതെന്ന്. ഇപ്പൊ കടിക്കും എന്നുള്ള മൈൻഡിലോ അല്ലെങ്കിൽ കടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എന്നെ കടിക്കും. അപ്പൊ അവൻ ഇറങ്ങിയപ്പോ തന്നെ, അതാണ് ആ വീഡിയോ കാണിച്ചു തരാം, ഇറങ്ങിയപ്പോ തന്നെ ആളൊന്ന് ബൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് 2 പ്രാവശ്യം ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഇവനെ നോക്കിയൊന്ന് ഇവിടെ ഇവിടെ നിന്ന് തന്നെ ഒന്ന് കടിക്കാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇവനെ ഒന്ന് കടിക്കാൻ നോക്കി. എന്നിട്ടാണ് ആശാൻ അങ്ങോട്ട് പോയത്. പിന്നെ അവിടെ നിന്ന് 1-2 വട്ടം കടിക്കാൻ ശ്രമിച്ചായിരുന്നു. ശ്രമിച്ചതാണ് അല്ലേ? ഇവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി എന്നായിരുന്നല്ലോ. ഒരു മതിലുണ്ടായിരുന്നു, ഇതിലുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. മതിലില്ലാന്ന് മാത്രം. ബെറ്റ് ഓർമ്മ ഉണ്ടല്ലോ. അച്ഛനോടും അമ്മയോടും പറയണ്ട, വീഡിയോ വന്നു കഴിഞ്ഞിട്ട് തന്നെ. അല്ല ഇതിപ്പം ഞാൻ ഇറക്കി എന്ന് വിചാരിച്ചിട്ട് അവന് സ്വഭാവത്തിൽ മാറ്റുന്നുണ്ടാവുന്നില്ല. ഞങ്ങളിതൊരു ഇപ്പൊ നമ്മളെ ഈ ഒരു
ട്രെയിനിങ് കൊടുക്കാം. ഇപ്പൊ എത്ര വയസ്സായ അവന്? 4 വയസ്സ്. ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് 100% സക്സസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു 50% പ്രതീക്ഷിച്ചിട്ട് കൊടുക്കാം. അലീന ചേച്ചി, നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ആളുടെ ചേച്ചിയാണ് കേട്ടോ. രണ്ടുപേരാ മക്കള്? അപ്പോ ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? അൾട്രാസോണിക്കിലല്ലേ അത്? ഇപ്പൊ കടിച്ചായിരുന്നെങ്കില് എന്നെ ഒരു ട്രോൾ ചെയ്യുമാർ കൊന്നേനെ. ഒന്ന്, വാച്ച് കാര്യമില്ല. 2, ഞാൻ കൈ കഴുകി പോയി. അപ്പൊ സ്പ്രേയും ഇല്ല, വാച്ചും ഇല്ല. കടി കിട്ടിയായിരുന്നു ഇവനെ അവന്മാരെന്നെ ട്രോളി കൊന്നേനെ. കടിക്കാൻ വന്നു. എന്നാ പോയാലോ? ഇത്രയല്ലേ ഉള്ളൂ? ചായ കുടിക്കാം.